ചില നേരങ്ങളിൽ ചില സ്വാദിഷ്ട വിഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാക്കാൻ തോന്നാറുണ്ടല്ലോ അല്ലേ? വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ സാധിക്കില്ല. അത് ഉണ്ടാക്കി വീഡിയോ ചെയ്ത് കാണിക്കാനൊന്നും സാധിക്കില്ല. അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കുന്നു. ഏതായാലും കുറച്ച് ഗൂഗിളിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് കളക്ട് ചെയ്തിട്ട് ഓരോന്നും ഇങ്ങനെ എഴുതിയിട്ട് പറഞ്ഞു തരാം. ഇത് എൻ്റെ കയ്യിലൊരു പുസ്തകം, നൗഷാദ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഷെഫാണ് അയാൾ. അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരാമെന്ന്. നമ്മളാദ്യം പാനീയങ്ങളെ പറ്റി പറയാം. ആപ്പിൾ സ്നോ, ഏറെക്കുറെ എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്, എങ്കിലും ഒന്ന് പറയുന്നു. ഒരു 3 ആപ്പിൾ എടുക്കുക, അതായത് ഒരു 500 ഗ്രാം. അതുപോലെ 400 ഗ്രാം ഓറഞ്ച്, ഒരു 6 എണ്ണം വരും. പിന്നെ നാരങ്ങയാണ്, അതൊരു 3 എണ്ണം. ഒരു 6-7 ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കാം. ഷുഗറൊന്നും കൂടുതൽ ഉപയോഗിക്കരുത്, എങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടി. പിന്നെ 3 ടീസ്പൂൺ മുട്ടയുടെ വെള്ള, അത് വേണം. പിന്നെ ഒരു 12 ഐസ് ക്യൂബ്, അത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ ഒരു 7 സ്പ്രൈറ്റ്, അതായത് ഒരു 60 മില്ലി വേണം. എന്നിട്ട് 2 വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതെല്ലാം പച്ചയ്ക്ക് അടിച്ച് ജ്യൂസാക്കിയിട്ട് അരിച്ചെടുക്കാം. അതായത് ഓറഞ്ച് വെള്ളം ഒഴിക്കരുത്, ജ്യൂസ് ആക്കിയിട്ട് അരിച്ചെടുക്കുക. നാരങ്ങ നീര്, ഓറഞ്ച് ജ്യൂസ്, ഐസ് ക്യൂബ്, ഇതെല്ലാം ചേർത്ത്, അതുപോലെ പഞ്ചസാരയും ചേർക്കുക. എല്ലാം കൂടി ഒരൊറ്റ ജ്യൂസ് അടിക്കല്ലേ. പിന്നെ മുട്ടയുടെ വെള്ളയും ചേർക്കുക അതിൽ. പിന്നെ അത് എല്ലാം കൂടി അരിച്ചെടുത്തിട്ട് ഗ്ലാസിൻ്റെ 3/4 ഭാഗം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്പ്രൈറ്റ് ഒഴിക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒരു 5-6 പേർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വെള്ളം ഇല്ലാതെ എങ്ങനെ 5-6 പേർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ വരുമ്പോൾ തിളച്ച് ആറിയ വെള്ളം ചേർക്കാം, പക്ഷേ അത് ചേർക്കുമ്പോൾ ടേസ്റ്റ് പോവും. ഓക്കെ, നന്ദി.